മനോഹരമായ രണ്ടക്ഷരം ഗസ. മനോഹരമായ ഒന്നും ഇന്നീ നാട്ടിലില്ല. ഗസ എന്നാൽ ഇന്ന് വിശപ്പെന്നർത്ഥം. ഗസയെ പട്ടിണിക്കിട്ട് കൊല്ലാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വംശഹത്യയാണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലുന്തിയ കുഞ്ഞുങ്ങൾ, തളർന്നൊടിഞ്ഞ മുതിർന്നവർ, മുലപ്പാൽ പോലും പറ്റിയ അമ്മമാർ. ഗസയെ കൂട്ട പട്ടിണി മരണത്തിലേക്ക് തള്ളിവിടുന്ന ഇസ്രായേലിന്റെ ഉപരോധം, ഭക്ഷണവും വെള്ളവുമായി എത്തുന്ന ട്രക്കുകളെ കാത്തിരിക്കുന്നവർ, മാസങ്ങളോളം അവശ്യ സാധനങ്ങൾ പോലും ഗസാമുനമ്പിലേക്ക് കടത്തിവിടാതെ ഉപരോധം തീർത്ത് ക്രൂരത. ലോകത്തിൽ കുട്ടികളുടെ ജീവനില്ലാത്ത ശരീരങ്ങളുടെ ഏറ്റവും വലിയ കൂമ്പാരമായി മാറുന്ന ഗസ. അതിദയനീയവും ഭീകരവുമായ ദൃശ്യങ്ങളും വാർത്തകളും കൊടും പട്ടിണിയാണ്. 3.25 ലക്ഷത്തോളം കുട്ടികൾ മരണവക്കിൽ. ലോകത്തൊരു കുഞ്ഞും പട്ടിണി കിടന്ന് മരിക്കരുതെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഗസയിലെ കുഞ്ഞുങ്ങൾ ഓരോ നിമിഷവും വിശപ്പിന്റെ തീവ്രതയിൽ പുളഞ്ഞ് മരണത്തിലേക്ക് നീങ്ങുന്നു. കുട്ടികൾ നിങ്ങളോട് എന്ത് ചെയ്തു? എന്തിനാണ് അവരോട് ഈ ദ്രോഹം? ഓർക്കുക, ബോംബിനേക്കാൾ ശക്തിയാണ് വിശപ്പിന്. ദുരിതം അനുഭവിക്കുന്ന പലസ്തീനി ജനതയെ നമ്മുടെ UAE ചേർത്ത് നിർത്തുന്നുണ്ട്. ഗസയിൽ ആകാശമാർഗവും മറ്റുമായി പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട് UAE. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കടുത്ത വിമർശനങ്ങൾക്ക് പിന്നാലെ ഇസ്രായേൽ നേരിയ ഇളവ് നൽകിയ പശ്ചാത്തലത്തിലാണ് മരുന്നുകൾ ഉൾപ്പെടെ ഇപ്പോൾ എത്തുന്നത്. നീണ്ട ഉപരോധങ്ങൾക്ക് ശേഷമാണ് ഈ ഇളവ്. കൂടുതൽ സഹായവും ഉപരോധം പൂർണ്ണമായി എടുത്തുമാറ്റലും എത്രയും പെട്ടെന്ന് നടന്നാലേ ഗസ കൂട്ട പട്ടിണി മരണത്തിൽ നിന്ന് അല്പമെങ്കിലും രക്ഷപ്പെടും. ഗസയിലെ കുഞ്ഞുങ്ങൾ യുദ്ധത്തിന്റെ മാത്രം ഇരകളല്ല, നമ്മുടെ നിശബ്ദതയുടെ ഇരകൾ കൂടിയാണവർ.